ഹലോ എവരിവൺ, വെൽക്കം ടു സൈലം ലേണിംഗ്. അനിറ്റ മിസ് ആണ്. സോ നമ്മുടെ ഓണപ്പരീക്ഷ ഒക്കെ കഴിഞ്ഞു. ഇനി അങ്ങോട്ടേക്ക് ക്രിസ്മസ് എക്സാം ഉണ്ട്, ആനുവൽ എക്സാം ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ഇപ്പോഴേ റെഡി ആവുകയാണ് എന്ന് മിസ്സിന് അറിയാം. സോ നമ്മുടെ ബേസിക് സയൻസിൻ്റെ അടുത്ത ചാപ്റ്ററായ ഫ്ലവറിങ് ആൻഡ് ഫ്രൂട്ടിങ്, പൂക്കാം കായ്ക്കാം എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഇന്ന് മിസ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് ഫ്ലവേഴ്സിനെ പറ്റി, അതിൻ്റെ ഭാഗങ്ങളെ പറ്റിയൊക്കെ വളരെ മനോഹരമായിട്ട് പറഞ്ഞു തരുന്നൊരു യൂണിറ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക, മിസ് ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങൾക്കൊക്കെ കറക്റ്റായിട്ട് ഉത്തരം എഴുതാനായിട്ട് ശ്രമിക്കുക, ഉത്തരം പറയാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഒരു ക്വസ്റ്റ്യൻ തന്നെ ഞാനിത് ആദ്യം നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരുവാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്: വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് ഫ്ലവറിങ് ഇൻ പ്ലാന്റ്സ്? ചെടികളിൽ പൂക്കൾ ഉണ്ടാവുന്നത് കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്? നമുക്കറിയാം അല്ലേ, എന്ന് വെച്ചാൽ ഇപ്പം ചുറ്റുപാട് നോക്കുവാണെങ്കിൽ പൂക്കുന്ന ചെടികളും ഉണ്ട്, പൂക്കാത്ത ചെടികളും ഉണ്ട്. അതായത് നോൺ ഫ്ലവറിങ് ആയിട്ടുള്ള പ്ലാന്റ്സും ഉണ്ട്. പക്ഷെ എന്തായിരിക്കും ഈ ചെടികളിൽ ഇങ്ങനെ ഫ്ലവേഴ്സ് ഉള്ളത് കൊണ്ടുള്ള ഒരു പ്രയോജനം എന്ന് പറയുന്നത്? എന്തായിരിക്കും? നമുക്കൊന്ന് നോക്കാം. നമുക്ക് യൂഷ്വലി അറിയാം, ഫ്രൂട്ട്സ് എവിടെ നിന്നാണ് നമുക്ക് കിട്ടുന്നത്? യെസ്, പൂവിൽ നിന്നാണ് ഫലം ഉണ്ടാവുന്നത്. ആ ഫലത്തിൻ്റെ ഉള്ളിലാണ് ആരുള്ളത്? ദ സീഡ്സ് അല്ലെ. സീഡ്സ് ഡെവലപ്പ് ഇൻസൈഡ് ദി ഫ്രൂട്ട്. ഫലത്തിൻ്റെ ഉള്ളിലാണ് വിത്ത് ഉണ്ടാവുന്നത്. ദ ന്യൂ പ്ലാന്റ്സ് അറൈസ് ഫ്രം ദി സീഡ്. വിത്തിൽ നിന്നാണ് പുതിയ ചെടി ഉണ്ടാവുന്നത്. അപ്പം ചുരുക്കി പറയുവാണെങ്കിൽ, ഇങ്ങനെ ഫ്ലവേഴ്സ് ഉണ്ടാവുകയാണെങ്കിൽ ആ ഫ്ലവേഴ്സ് മൂലം എന്തുണ്ടാവുന്നുണ്ട്? ഫ്രൂട്ട് ഉണ്ടാവുന്നുണ്ട്. ആ ഫ്രൂട്ടിൽ നിന്ന് സീഡ് ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ ഒരു പുതിയ ചെടി നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഉത്തരങ്ങൾ എഴുതാനായിട്ട് പറ്റും. ഇനി അടുത്ത ചോദ്യം ഇതാണ്: ഹൗ ഡസ് എ ഫ്ലവർ പ്രൊഡ്യൂസ് ഫ്രൂട്ട് ആൻഡ് സീഡ്? എങ്ങനെയാണ് പൂവിൽ നിന്നും ഫലവും വിത്തും ഉണ്ടാവുന്നത്? എങ്ങനെയാണ്? ഏത് മാർഗത്തിലൂടെയാണ്? റിപ്രൊഡക്ഷൻ അല്ലെ. ഫ്രൂട്ട്സ് ആൻഡ് സീഡ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ഫ്രം ഫ്ലവേഴ്സ് ത്രൂ റിപ്രൊഡക്ഷൻ. പ്രത്യുൽപാദനം വഴിയാണ് പൂവിൽ നിന്നും ഫലവും വിത്തുകളും ഉണ്ടാകുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം ഇതാണ്: വിച്ച് ആർ ദ റിപ്രൊഡക്റ്റീവ് പാർട്ട് ഓഫ് എ ഫ്ലവർ? ഏതൊക്കെയാണ് പൂവിന്റെ പ്രത്യുൽപാദന ഭാഗങ്ങൾ? ഓക്കെ, ഏതൊക്കെയായിരിക്കും? യെസ്, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, ആൺ പ്രത്യുൽപാദന അവയവം, മെയിൽ റിപ്രൊഡക്റ്റീവ് ഓർഗൻ എന്ന് പറഞ്ഞാൽ ഏതാണ്? കേസരപുടം അല്ലെങ്കിൽ ആൻഡ്രീഷ്യമാണ്. അതേസമയം പെൺ പ്രത്യുൽപാദന അവയവം അല്ലെങ്കിൽ ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് ഓർഗൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ജനിപുടം അല്ലെങ്കിൽ ഗൈനീഷ്യം. അപ്പം ഈ രണ്ട് കാര്യങ്ങൾ, അതായത് നമ്മുടെ കേസരപുടം അതുപോലെ ജനിപുടം, അതായത് ആൻഡ്രീഷ്യം, ഗൈനീഷ്യം, ഇവയിൽ ഉണ്ടാവുന്ന ഭാഗങ്ങൾ അല്ലെങ്കിൽ ഇവയുടെ പ്രത്യേകതകൾ നിങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കുക. അപ്പൊ ഏറ്റവും ആദ്യം നമുക്ക് എന്ത് നോക്കാം? ആൻഡ്രീഷ്യം നോക്കാം കേട്ടോ, അതായത് കേസരപുടം നോക്കാം. അതിലെന്തെല്ലാം പ്രത്യേകതകളാണ്? നിങ്ങൾക്ക് ഇവിടെ ഒരു ഫിഗർ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ആൻഡ്രീഷ്യം ഈസ് കമ്പോസ്ഡ് ഓഫ് സ്റ്റേമൺ ഹാവ് പാർട്സ് കോൾഡ് ഫിലമെന്റ് ആൻഡ് ആന്തർ. അതായത് കേസരങ്ങൾ ചേർന്നിട്ടാണ് കേസരപുടം ഉള്ളത്. കേസരത്തിന് തന്തുകം, ഫിലമെന്റ്, ഇതാണ് നമ്മുടെ തന്തുകം അല്ലെങ്കിൽ ഫിലമെന്റ്. അതുകൂടാതെ പരാഗി, അതാണ് നമ്മൾ ആൻഡർ എന്ന് പറയുന്നത്. പരാഗി എന്നിങ്ങനെ രണ്ട് ഭാഗങ്ങളുണ്ട്. ഈ പരാഗിയിലുള്ള അറകളിലാണ് പോളൻ ഗ്രെയിൻസ് അല്ലെങ്കിൽ പരാഗരേണുക്കൾ കാണുന്നത്. അപ്പോൾ നമ്മുടെ ആൺകോശത്തിന് അല്ലെങ്കിൽ പുംബീജത്തെ വഹിക്കുന്ന ഭാഗങ്ങളാണ് നമ്മുടെ പരാഗരേണുക്കൾ. ഓക്കെ, അപ്പോൾ പരാഗരേണുക്കൾ എവിടെയാണ്? പരാഗിയിലാണ് എന്ന് മക്കൾ ഓർത്തിരിക്കാം. അതായത് പോളൻ ഗ്രെയിൻസ് കേട്ടോ. പോളൻ ഗ്രെയിൻസ് ആർ പ്രസന്റ് ഇൻ ദ ആൻഡർ ചേംബർ. പോളൻ ഗ്രെയിൻസ് കണ്ടെയ്ൻ മെയിൽ ഗാമെറ്റ്. ഓക്കെ, അപ്പോൾ ഈ പോയിന്റുകളൊക്കെ നിങ്ങൾ ആൻഡ്രീഷ്യം അല്ലെങ്കിൽ കേസരപുടത്തെ പറ്റി ഓർക്കുമ്പോൾ നിങ്ങൾ ഓർത്തിരിക്കണം. ഇനി അടുത്തത് നമ്മുടെ ഗൈനീഷ്യം അല്ലെങ്കിൽ ജനിപുടം. നിങ്ങൾക്ക് ഇവിടെ ഒരു ഫിഗർ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഗൈനീഷ്യം എന്ന് പറയുന്നത് ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് പാർട്ടാണ് കേട്ടോ, അതായത് പെൺ പ്രത്യുൽപാദന ഭാഗമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ദ കാർപ്പൽ കൺസിസ്റ്റ് ഓഫ് സ്റ്റിഗ്മ, സ്റ്റൈ, ഓവറി. ഈ മൂന്ന് ഭാഗങ്ങളാണ് നിങ്ങളിവിടെ പ്രധാനമായിട്ടും ഓർത്തിരിക്കേണ്ടത്. ഏതൊക്കെയാണ് മക്കളെ? പരാഗണ സ്ഥലം സ്റ്റിഗ്മ, ജനിതണ്ട് സ്റ്റൈൽ, അണ്ടാശയം ഓവറി, ഈ മൂന്ന് ഭാഗങ്ങൾ. അപ്പോൾ ഇത് മൂന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? ഓർത്തു വെക്കുക. അണ്ടാശയത്തിനുള്ളിൽ ഒവ്യൂളിലാണ് അണ്ഡം അല്ലെങ്കിൽ പെൺ ബീജകോശം കാണപ്പെടുന്നത്. അപ്പോൾ ഒവ്യൂള്, അണ്ടാശയം, ജനിതണ്ട്, പരാഗണ സ്ഥലം, ഇതൊക്കെ നിങ്ങൾ ഓർത്തു വെക്കുക. ഓക്കെ, അപ്പം നമ്മൾ മെയിൽ റിപ്രൊഡക്റ്റീവ് പാർട്ടും ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് പാർട്ടും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഭാഗങ്ങളൊക്കെ അടയാളപ്പെടുത്താനൊക്കെ നിങ്ങളോട് ചോദ്യങ്ങളുണ്ടാവും. സോ നിങ്ങൾക്ക് ഇതുപോലെ ഈ ഒരു ചാപ്റ്ററിൻ്റെ എല്ലാ ക്ലാസ്സസും വെൽ ഡീറ്റെയിൽഡ് ആയിട്ട് വളരെ ഡെപ്തിൽ അല്ലെങ്കിൽ വളരെ ആഴത്തിൽ നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ജോയിൻ ചെയ്യേണ്ട നമ്മുടെ ക്ലാസ് 6ൻ്റെ ഓൺലൈൻ ട്യൂഷൻ ബാച്ചാണ് നമ്മുടെ സ്വന്തം
വജ്ര ബാച്ച്. അപ്പോൾ വജ്ര ബാച്ച് നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെങ്കിൽ താഴെ സ്ക്രോളിൽ നിങ്ങൾക്കൊരു ഫോൺ നമ്പർ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ ഫോൺ നമ്പറിൽ എത്രയും പെട്ടെന്ന് തന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാ മക്കൾക്കും ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ബൈ.